ചില തൊഴിലാളികൾ വാറ്റി ചാരായം മാറ്റിയതിന്റെയും അതുപോലെ നമസ്കാരം. ജനുവരി 27 കേരള ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CA2വിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. കൃഷിവകുപ്പിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ശൂന്യ വേതനാവധി പുനഃസ്ഥാപിക്കുക, കേരളത്തിലെ വിവിധ ഫാമുകളിൽ നിന്നും പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക, തൊഴിലാളികളുടെ ക്യാഷ് ലീവ് വെട്ടിക്കുറച്ച കൃഷിവകുപ്പ് ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമര നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനത്തെ കൃഷി ഫാം തൊഴിലാളികളോട് കേരളത്തിലെ കൃഷി വകുപ്പിന്റെ ഉന്നതാധികാരികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശത്രുതാപരമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ കൃഷിഫാം തൊഴിലാളികൾക്ക് മുൻപ് അനുവദിച്ചിരുന്ന ശൂന്യവേതനാവധി കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ഡയറക്ടറുടെയും പ്രത്യേക സർക്കുലറിനെ തുടർന്ന് ഇല്ലാതാക്കി. രോഗബാധിതരായി കഴിയുന്ന തൊഴിലാളികൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളമില്ലാത്ത അവധി അനുവദിക്കാം എന്ന നേരത്തെ ഗവൺമെന്റ് ഉത്തരവുണ്ടായിരുന്നു. ആ ഗവൺമെന്റ് ഉത്തരവിനെ മറികടന്നാണ് അവിടെ ശൂന്യവേതനാവധി ഇല്ലാതാക്കിയത്. അതുപോലെ ക്യാഷ്വൽ തൊഴിലാളികളുടെ സർവീസ് കാലാവധി ഗ്രേഡിനായി പരിഗണിച്ചിരുന്നു. അതും ഗവൺമെന്റ് നേരത്തെ ഉത്തരവുണ്ടായിരുന്നതാണ്. ആ ഉത്തരവിനെ മരവിപ്പിച്ചുകൊണ്ടാണ് ക്യാഷ്വൽ തൊഴിലാളികൾക്ക് അവരുടെ സർവീസ് കാലം ഗ്രേഡിനായി പരിഗണിക്കുന്നില്ല എന്ന പുതിയ ഉത്തരവ് കൃഷി വകുപ്പ് പുറപ്പെടുവിച്ചത്. അതുപോലെ ഈ അടുത്ത നാളിൽ കൃഷി വകുപ്പ് ഇറക്കിയ പുതിയൊരു ഉത്തരവിൽ 20 ക്യാഷ് ലീവ് ഉണ്ടായിരുന്നു 15 വെട്ടിക്കുറച്ചു. അതുപോലെ ഉത്സവ അവധികൾ 13 നിജപ്പെടുത്തി. അങ്ങനെ കുറെ കാലങ്ങളായി സംസ്ഥാനത്തെ കൃഷി വകുപ്പിന്റെ ഉന്നതാധികാരികൾ കൃഷി ഫാമുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോട് വലിയ തരത്തിലുള്ള ക്രൂരതയാണ് സ്വീകരിക്കുന്നത്. സേവന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടി 2019 ഗവൺമെന്റ് ഒരു സമിതിയെ വെച്ചു. ആ സമിതി നിരവധി വട്ടം കൂടി ചേർന്ന് വിശദമായ ചർച്ചകളും പരിശോധനകളും എല്ലാം നടത്തി 2 ഭാഗങ്ങളടങ്ങുന്ന ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു. ഇതാണ് ആ റിപ്പോർട്ട്. 2 ഭാഗങ്ങളായിട്ടാണ് ആ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചത്. ഇപ്പൊ സേവന പരിഷ്കരണ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ഗവൺമെന്റ് ക്യാബിനറ്റ് ചർച്ച ചെയ്തു. 1ാം ഭാഗവും 2ാം ഭാഗവും എല്ലാം വിശദമായി ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ട് 2021 തന്നെ 1ാം ഭാഗം ഉത്തരവിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. 2ാം ഭാഗം ഈ കഴിഞ്ഞ 2023 647/2023 അഗ്രി എന്ന നമ്പറിൽ ഗവൺമെന്റ് ഓർഡറായി പുറത്തു വന്നത്. 2ാം ഭാഗം അംഗീകരിച്ചപ്പോൾ അതിൽ ഇവരുടെ സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ഭാഗത്ത് അന്ന് വരെ 15 ക്യാഷ് ലീവ് ആയിരുന്നു. ആ 15 ക്യാഷ് ലീവ് 20 വർദ്ധിപ്പിക്കാം എന്ന സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ക്യാഷ് ലീവ് തൊഴിലാളികളുടെ ക്യാഷ് ലീവ് 20 വർദ്ധിപ്പിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ സേവന വ്യവസ്ഥ അംഗീകരിക്കുന്നതിന് വേണ്ടി പരിഷ്കരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സമിതിയിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ മാത്രമായിരുന്നില്ല. അന്നത്തെ കൃഷി വകുപ്പിന്റെ ഡയറക്ടർ, അതുപോലെ കൃഷി വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ, മൃഗസംരക്ഷണ വകുപ്പിന്റെയും ക്ഷീര വികസന വകുപ്പിന്റെയും അഡീഷണൽ ഡയറക്ടർമാർ, അന്ന് കൃഷി വകുപ്പിന്റെ ലേബർ ഓഫീസറായിരുന്ന ജെയിംസ് സേവ്യർ, പിന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ CITU, AITC, INTC തുടങ്ങിയ ട്രേഡ് യൂണിയനുകളുടെ സംസ്ഥാന നേതാക്കൾ കൂടി അടങ്ങുന്ന സമിതിയാണ് അന്ന് 2019 സേവന വ്യവസ്ഥകളെ സംബന്ധിച്ച് പരിഷ്കരണത്തിന് വേണ്ടി രൂപീകരിച്ച സമിതി. ആ സമിതി നിരവധി വട്ടം കൂടി ചേർന്നിട്ടാണ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. 2 ഭാഗവും സർക്കാർ അംഗീകരിച്ചു. ആ അംഗീകരിച്ച 2ാമത്തെ ഭാഗത്തിന്റെ റിപ്പോർട്ടിലാണ് ഈ തൊഴിലാളികളുടെ ക്യാഷ് ലീവ് 20 വർദ്ധിപ്പിച്ചത്. ക്യാബിനറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ച രേഖയാണ്. ക്യാബിനറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു ഉത്തരവ് അത് നിലനിൽക്കുമ്പോൾ ആ ലീവ് 20 എന്നത് 15 വെട്ടിക്കുറച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 6/12/2024 153/2024 അഗ്രി നമ്പറായി പുതിയ ഉത്തരവ് കൃഷി വകുപ്പ് പുറപ്പെടുവിച്ചത്. തൊഴിലാളികളുടെ ലീവ് 20 നിന്ന് 15 വെട്ടിക്കുറയ്ക്കുന്നു.
അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയുന്നില്ല. പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ആ ഉത്തരവിന്റെ ഭാഗമായി പറയുന്നത്. എന്ത് പ്രായോഗിക ബുദ്ധിമുട്ടാണെന്ന് സംസ്ഥാനത്തെ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലും ഇതിൽ അംഗങ്ങളായിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല. പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാകും എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ തൊഴിലാളികളുടെ ക്യാഷ് ലീവ് 20 നിന്ന് 15 വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചത്. അതുപോലെ ഉത്സവ ലീവുകൾ അത് 13 നിജപ്പെടുത്തി. സർക്കാർ പ്രത്യേകം പ്രഖ്യാപിക്കുന്ന ബക്രീദ്, റംസാൻ തുടങ്ങിയിട്ടുള്ള ചില ഉത്സവങ്ങൾ അതിൽ ചിലപ്പോ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ഡേറ്റ് ആയിരിക്കില്ല ആ പെരുന്നാളുകൾ വരുന്നത്. ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമായിരിക്കാം. അങ്ങനെ വരുന്ന ആ ഉത്സവങ്ങളെല്ലാം സർക്കാർ പ്രത്യേകം ഉത്തരവിലൂടെയാണ് അവധിയായി പ്രഖ്യാപിക്കുന്നത്. ആ അവധി ഇനി മുതൽ സംസ്ഥാനത്തെ കൃഷിഭവൻ തൊഴിലാളികൾക്ക് ലഭ്യമല്ല എന്നതാണ് ഈ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത്. 13 ഉത്സവ ലീവുകൾ 13 നിജപ്പെടുത്തിയതോടെ വ്യക്തമാകുന്നതാണ്. ഈ ഉത്തരവുകളെല്ലാം സത്യത്തിൽ നിയമവിരുദ്ധമാണ്. ക്യാബിനറ്റ് ചർച്ചയിൽ അംഗീകരിച്ച് പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് നിലനിൽക്കെ അതിനെ മറികടന്ന് മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല. അത് നിയമവിരുദ്ധമാണ്. ആ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന് മാത്രമല്ല, ഒപ്പം ജനാധിപത്യ വിരുദ്ധമായ സമീപനം കൂടി ഈ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുകയാണ്. സംസ്ഥാനത്തെ ക്യാഷ് തൊഴിലാളികളുടെ സേവനകാലം ഗ്രേഡിനായി പരിഗണിക്കാമെന്ന ഉത്തരവ് അത് എടുത്തു കളയുന്നു. അതുപോലെ ശൂന്യവേതനാവധി, ക്യാഷ് തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ശൂന്യവേതനാവധി എടുത്തു കളയുന്നു. അതുപോലെ സംസ്ഥാനത്തിപ്പോൾ 4-5 തൊഴിലാളികൾ പുറത്തു നിൽക്കുകയാണ്. ക്യാഷ് തൊഴിലാളികൾ രോഗബാധയെ തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടി പോയ ഈ തൊഴിലാളികൾക്ക് ശൂന്യവേതനാവധി അനുവദിക്കാൻ പാടില്ല എന്ന സർക്കുലറിനെ തുടർന്ന് അവർക്ക് സർവീസിൽ തിരികെ കയറാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം ഈ കൂട്ടിവായിക്കേണ്ടത് പാലക്കാട്, തൃശ്ശൂർ ജില്ലകളില്ല ചില ഫാമുകളിൽ ചില തൊഴിലാളികൾ വാറ്റുചാരായ മാറ്റിയതിന്റെയും ചാരായം മാറ്റിയതിന്റെയും അതുപോലെ അടിപിടി കേസടക്കമുള്ള ക്രിമിനൽ കേസുകൾ പ്രതിയായതിന്റെയും പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ആളുകളെ യാതൊരു മര്യാദയുമില്ലാതെ, അത്തരം ആളുകളെ ജനാധിപത്യ മര്യാദയെല്ലാം ലംഘിച്ചുകൊണ്ട് അവരെ മാനുഷിക പരിഗണന കൊടുത്ത് തിരിച്ചെടുക്കണം എന്ന അവരുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അവരെ തിരിച്ചെടുക്കുകയും രോഗബാധയാൽ ചികിത്സയ്ക്ക് വേണ്ടി പോയ പാവപ്പെട്ട 4 തൊഴിലാളികളെ അവരുടെ അപേക്ഷ പരിഗണിക്കാതെ അവരെ പുറത്താക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നടപടിയാണ് കേരളത്തിലെ കൃഷി വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിയമവിരുദ്ധവും അതുപോലെ ജനാധിപത്യ വിരുദ്ധവുമായ നടപടികളാണ് ഇവരെല്ലാം സ്വീകരിക്കുന്നത്. അതുപോലെ തൊഴിലാളികളുടെ ക്യാഷ് ലീവ് വെട്ടിക്കുറച്ച ഉത്തരവ് അത് പിൻവലിക്കണം. അത് നിലനിർത്തി പോകാനാവില്ല. ആകെപ്പോ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കെല്ലാം 20 ക്യാഷ് ലീവ് ഉണ്ട്. ഈ ഫാം തൊഴിലാളികൾക്ക് 21 ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഏർലി ലീവ് ഉള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 11 ദിവസം ജോലി ചെയ്താൽ ഒരു ഏർലി ലീവ് കിട്ടും. ഉത്സവ ലീവുകളുടെ അടക്കം സർക്കാർ പ്രഖ്യാപിക്കുന്ന ഏതൊരു അവധിയും ഇതെല്ലാം കൃഷി വകുപ്പ് ഡയറക്ടർക്കും അതിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ലഭിക്കുന്നതാണ്. അവർ ഈ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിയിട്ട് മണ്ണിൽ പണിയെടുക്കുന്ന, രാവന്തിയോളം മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, അത് മഴയായാലും വെയിലായാലും കൊടുങ്കാറ്റായാലും പേമാരി ആയാലും അവരെല്ലാം അവരവർ തൊഴിൽദാനം ചെയ്യുന്ന ഫാമുകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ്. അത്രമേൽ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ലീവ് പാടില്ല. അവർ വേണമെങ്കിൽ ഏതാണ്ട് അടിമയുഗത്തിലെ തൊഴിലാളികളെ പോലെ ജീവിച്ചു കൊള്ളണം എന്ന ഒരു ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കൃഷി വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ അംഗീകരിച്ചു പോകാനാവില്ല. അതുകൊണ്ട് ഈ സർവീസ് കാലം, ക്യാഷ് തൊഴിലാളികളുടെ സർവീസ് കാലം ഗ്രേഡിനായി പരിഗണിക്കണം. ശൂന്യവേതനാവധി പുനഃസ്ഥാപിക്കണം. തൊഴിലാളികളുടെ ലീവ് വെട്ടിക്കൊടുത്ത ഗവൺമെന്റ് കൃഷി വകുപ്പിന്റെ ഉത്തരവ് പിൻവലിക്കണം. അതുപോലെ ക്യാബിനറ്റ് തീരുമാനങ്ങളെ മറികടന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഈ സംസ്ഥാനത്തെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമം അവസാനിപ്പിക്കണം. തുടങ്ങി കേരളത്തിലെ കൃഷിഭവൻ തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കണം. ഈ ഫാമിലെ തൊഴിലാളികളിൽ നിന്ന് അനുഭവിക്കുന്ന അവകാശങ്ങളൊന്നും ഒരു ഉദ്യോഗസ്ഥനും ഒരു മേലധികാരിയും തങ്കത്തലത്തിൽ വെച്ച് ഫാം തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളല്ല. മറിച്ച് സംസ്ഥാനത്തെ കൃഷിഭവൻ തൊഴിലാളികൾ നിരന്തരമായ പോരാട്ടത്തിലൂടെയും സമരത്തിലൂടെയും നേടിയെടുത്ത അവകാശങ്ങളാണ് കേരളത്തിലെ കൃഷിഭവൻ തൊഴിലാളികളിൽ നിന്ന് അനുഭവിക്കുന്നത്. ആ അവകാശങ്ങളെല്ലാം അട്ടിമറിക്കാനും ആ തൊഴിലാളികളെ ഏത് നികർത്ത ജീവികളോടെന്ന തരത്തിൽ പെരുമാറാനും ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മേധാപരമായ സമീപനം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ തൊഴിലാളികൾ സമരത്തിലൂടെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശൂന്യവേതനാവധിയടക്കം ക്യാഷ് സർവീസ് ഗ്രേഡിനായി പരിഗണിക്കുന്നതടക്കം ലീവ് പിൻവലിച്ച് സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികൾ
സംസ്ഥാനത്തെ കൃഷിവകുപ്പ് മേലധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ 2025 ജനുവരി മാസം 27-ാം തീയതി കേരളത്തിലെ മുഴുവൻ കൃഷിഫാമുകളിലെയും തൊഴിലാളികൾ ഗവൺമെന്റ് സെക്രട്ടറി തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നിശ്ചയിച്ചിരിക്കുകയാണ്. ഫാം തൊഴിലാളി യൂണിയന്റെ കഴിഞ്ഞ 7-ാം തീയതി നടന്ന ഈ മാസം 7-ാം തീയതി നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനപ്രകാരമാണ് കേരളത്തിലെ ഫാം തൊഴിലാളികൾ അവരുടെ അവകാശ സമരം ഏറ്റെടുക്കുന്നത്. ഈ ഫാം തൊഴിലാളികളുടെ അവകാശ സമരത്തിൽ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം. ഫാം തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയത്തിനും ട്രേഡ് യൂണിയൻ വ്യത്യാസത്തിനും അതീതമായി എല്ലാ ഫാം തൊഴിലാളികളുടെയും പിന്തുണ ഉണ്ടാകണം എന്നാണ് കേരള ഗവൺമെന്റ് CITU, കേരള ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്.